ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെച്ചാൽ എല്ലാവരും കാത്തിരുന്ന ഇന്ത്യൻ ആർമിയുടെ AOCയുടെ ഫയർമാൻ ഉൾപ്പെടെയുള്ള പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഫുൾ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്. അതായത് അതിന് അപേക്ഷിക്കാനുള്ള ഡേറ്റ്, അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കീഴിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയുടെ കീഴിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ആർമിയിലേക്കുള്ള AOC ആർമി ഓർഡിനൻസ് ക്രോപ്പിലേക്കുള്ള ട്രേഡ്സ്മേറ്റ്, ഫയർമാൻ, മെറ്റീരിയൽ അസിസ്റ്റൻറ്റ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ്, സിവിൽ മോട്ടോർ ഡ്രൈവർ, ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2, കാർപ്പൻ്റർ ആൻഡ് ജോയിനർ, പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 2/12/2024 മുതൽ 22/12/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞ് അപേക്ഷിക്കാം. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ലെവൽ 5 സാലറിയാണ്. അതായത് 29,200 രൂപ മുതൽ 92,300 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനിയടുത്ത ഫയർമാന്, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ്, സിവിൽ മോട്ടോർ ഡ്രൈവർ, ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2, കാർപ്പൻ്റർ ആൻഡ് ജോയിനർ, പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ പോസ്റ്റിലേക്ക് 19,900 മുതൽ 63,200 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനിയടുത്ത മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് 18,000 മുതൽ 56,900 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇന്നത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ട്രേഡ്സ്മേറ്റ് പോസ്റ്റിലേക്ക് 389 വേക്കൻസി, ഫയർമാൻ 247 വേക്കൻസി, മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് 19 വേക്കൻസി, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് 27 വേക്കൻസി, സിവിൽ മോട്ടോർ ഡ്രൈവർ പോസ്റ്റിലേക്ക് 4 വേക്കൻസി, ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2 14 വേക്കൻസി, കാർപ്പൻ്റർ ആൻഡ് ജോയിനർ 7 വേക്കൻസി, പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ 5 വേക്കൻസി, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 11 വേക്കൻസി. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റ് വൈസ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ അസിസ്റ്റൻറ്റ്, സിവിൽ മോട്ടോർ ഡ്രൈവർ പോസ്റ്റിലേക്ക് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ട്രേഡ്സ്മാൻ മേറ്റ്, ഫയർമാന്, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ്, ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2, കാർപ്പൻ്റർ ആൻഡ് ജോയിനർ, പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റേഴ്സ് നോക്കാം. മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഡിഗ്രി ഏതൊരു വിഷയത്തിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഏത് സ്ട്രീമിൽ പാസ്സായിട്ടുണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. +2 പാസ്സായിരിക്കേണ്ടതാണ്. +2 ഏതൊരു സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ സിവിൽ മോട്ടോർ ഡ്രൈവർ പോസ്റ്റാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2 പോസ്റ്റാണ്. +2 പാസ്സായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് +2 പഠിച്ചിരിക്കേണ്ടതാണ്. കൂടാതെ നിർബന്ധമായിട്ടും PBX ബോർഡ് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ഡിസേബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഫയർമാൻ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കാർപ്പൻ്റർ ആൻഡ് ജോയിനർ ആണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ ആണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഈ ഒരു ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഈ ഒരു ട്രേഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ MTS ആണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഡിസേബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഈ ഒരു ട്രേഡിലുള്ള ജോലി ചെയ്യാൻ അറിയുമെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്കും ലഭിക്കുന്നതാണ്.
ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രേഡ്സ്മാൻ മേറ്റാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഈ ഒരു ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട്. അതായത് ഫയർമാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഫിസിക്കൽ മെഷർമെൻറ്റും അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഫയർമാൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫയർമാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ST കാൻഡിഡേറ്റ്സ് ഷെഡ്യൂൾഡ് ട്രൈബൽ കാൻഡിഡേറ്റ്സ് 2.5 സെൻറ്റിമീറ്റർ വരെ റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാതെ 81.5 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. വെയിറ്റ് മിനിമം 50 കിലോഗ്രാമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 6 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 8 മിനിറ്റിനും 26 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ക്യാരിങ് എ പേഴ്സൺ ആണ്. അതായത് 63.5 കിലോഗ്രാമുള്ള ഒരു പേഴ്സണെ 183 മീറ്റർ 96 സെക്കൻഡിനുള്ളിൽ ക്യാരി ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു ഐറ്റം പാസ് കിടക്കുകയുള്ളൂ. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പ് ആണ്. 2.7 മീറ്റർ ലോങ് ജമ്പ് ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ക്ലൈംബിംഗ് ആണ്. 3 മീറ്റർ വെർട്ടിക്കലായിട്ട് ക്ലൈംബ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ട്രേഡ്സ്മാൻ മേറ്റ് പോസ്റ്റിലേക്കും ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ മെയിൽസിന് ആകെ 2 കാര്യങ്ങളാണ്. 1.5 കിലോമീറ്റർ റണ്ണിങ് 6 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് 50 കിലോഗ്രാമുള്ള ഒരു പേഴ്സണെ 200 മീറ്റർ 100 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് മെയിൽസിന് ട്രേഡ്സ്മാൻ മേറ്റിലേക്ക് വരുന്നത്. അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 1.5 കിലോമീറ്റർ റണ്ണിങ് 8 മിനിറ്റിനും 26 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് 50 കിലോഗ്രാമുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ വെയിറ്റ് 200 മീറ്റർ 3 മിനിറ്റിനും 45 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഫീമെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.aocrecruitment.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 22/12/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.